തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് വായിക്കാം. 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം മുൻപേ ചിന്തിച്ചതുപോലെ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 3 രീതിയിൽ അവിടുന്ന് തൻ്റെ ജനങ്ങളോടുകൂടി ഇടപെടുന്ന രീതിയാണ് നമുക്ക് കാണുവാൻ തുടങ്ങുന്നത്. ഒന്നാമത് നാം ചിന്തിച്ചത് ഒരു കാര്യവിചാരകനെ പോലെ അവിടുന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ നിന്നു. രണ്ടാമതായി കഴിഞ്ഞതിൻ്റെ മുമ്പിൽ താഴ്ച നാം എന്താണ് കണ്ടത്? ഒരു അമ്മ എന്നതുപോലെ ഒരു ആർദ്രതയുള്ള ഒരു അമ്മയെ പോലെയാണ് തൻ്റെ ജനങ്ങളെ അപ്പോസ്തലനായ പൗലോസ് കണ്ടത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് അതിൻ്റെ 9 മുതൽ നാം വായിച്ചപ്പോൾ അവിടെ ഒരു അപ്പനെന്ന നിലയിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അല്ലേ, ഒരു മക്കളെന്ന നിലയിൽ അപ്പോസ്തലനായ പൗലോസ് 3 നിലകളിലാണ് പുതിയതായി വിശ്വാസത്തിൽ കടന്നു വന്നതായ വ്യക്തികളെ താൻ കണ്ടതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇന്ന് നാം വായിച്ച് കേട്ടതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുതിയതായി ഒരു വിശ്വാസി വരുമ്പോൾ അവൻ പല പ്രയാസങ്ങളും പ്രതിസന്ധിയിലാണ് വരുന്നത്. അപ്പോൾ ദൈവഭാഗത്തിൽ അവൻ ഉറച്ചു നിൽക്കണമെങ്കിൽ അവനെ ഏതെല്ലാം രീതിയിലാണ് അവനെ കെയർ ചെയ്തു പോകേണ്ടതെന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമതായി ഒരു ഗൃഹവിചാരകൻ എന്ന നിലയിൽ അല്ലേ അവൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും എന്നാൽ ഒരു അമ്മ പരിപാലിക്കുന്നത് പോലെ ആർദ്രതയുള്ളവരായി അവരെ സംരക്ഷിക്കുന്നതായി കാണുവാൻ തക്കണം കഴിയുന്നു അല്ലേ. അതിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുവെങ്കിലും അടുത്ത് 3-ാമതായി നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു അപ്പനെന്ന നിലയിൽ അവരെ എങ്ങനെയാണ് കെയർ ചെയ്തത് അല്ലേ. അപ്പനെന്ന നിലയിൽ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്? തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം അല്ലേ. അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് അപ്പോസ്തലനായ പൗലോസിനെ കാണുവാൻ തക്കണം കഴിയുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ പുതിയതായി കടന്ന് വിശ്വാസത്തിൽ വന്നതായ വ്യക്തികളെന്ന നിലയിൽ അവർ ദൈവത്തിൻ്റെ വചനം പഠിച്ച് ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അനേക പിതാക്കന്മാർ ആർക്കുണ്ടാകും? ഈ മക്കൾക്കുണ്ടാകും അല്ലേ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ. അപ്പോൾ ഈ വിശ്വാസം നിൽക്കുമ്പോൾ അനേക വ്യക്തികൾ സുവിശേഷം കേട്ട് അല്ലേ, സുവിശേഷം ഇവരോട് സംസാരിക്കും. നമുക്ക് ഈ രീതിയിൽ നിന്ന് നാം ഇത് നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നതായ ഒരു വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം അവിടെ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. പിതാക്കന്മാർ ഏറെയില്ല അല്ലേ. നിങ്ങൾക്ക് ഗുരുക്കന്മാർ അനേകം ഉണ്ടായിരിക്കും, പക്ഷേ പിതാവ് നിങ്ങൾക്ക് ഏറെയില്ല അല്ലേ. അപ്പോൾ ഒരു പിതാവെന്ന നിലയിൽ നിങ്ങൾക്ക് ചുരുക്കം ചില ആളുകളാണ് അല്ലേ. അപ്പോൾ ഒരു പിതാവെന്ന നിലയിൽ ഒന്നുകൂടെ വായിക്കാതെ താഴോട്ട് താഴോട്ട് ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത് അല്ലേ. അപ്പോൾ ഈ വിശ്വാസികൾക്ക് സുവിശേഷം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു അപ്പനെ പോലെയാണ് നിങ്ങളെ ഞാൻ വളർത്തിയതെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഒരു അപ്പനെന്ന നിലയിലാണ് അല്ലേ നമുക്കിവിടെ കാണുന്നത് അല്ലേ. ഒന്നുകൂടെ വായിക്കാൻ താഴോട്ട്. ആകയാൽ എന്റെ അനുകാരികൾ ആകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അല്ലേ. മതി. ഇവിടെ നിങ്ങൾ ഏത് രീതിയിലാണ് പിന്തുടരേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ അനേക ഗുരുക്കന്മാരുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ധാരാളം ആൾക്കാർ നിങ്ങളോട് വചനം സംസാരിക്കുന്നുണ്ട്, അനേക പാസ്റ്റർമാർ നിങ്ങളോട് വചനം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ആര്? പൗലോസ് അല്ലേ.
പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അപ്പനെന്ന നിലയിലാണ് ഇപ്പോൾ പറയുന്നത്, അല്ലേ? അപ്പൻ എന്ന നിലയിൽ അപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ കഴിയുന്നത്. ഒരു അപ്പൻ തൻ്റെ മക്കളെന്ന നിലയിൽ എന്താണ് മക്കൾക്ക് ചെയ്യേണ്ടത്? ഒന്നാമതായി നോക്കേണ്ടത് എന്താണ്? നല്ലൊരു പിതാവ് നിലയിൽ അവൻ അധ്വാനിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്, അല്ലേ? തൻ്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കണം. അതുപോലെ തന്നെ തൻ്റെ അധ്വാന ഫലവും അതുപോലെ തന്നെ തൻ്റെ നടപ്പും, താൻ ഏത് രീതിയിലാണ് നടക്കുന്നത്, അല്ലേ? ഇവിടെ അധ്വാനവും നടപ്പും നമുക്ക് കാണുവാൻ. അതുപോലെ തന്നെ തൻ്റെ സംസാരത്തിലൂടെയും ആര് മനസ്സിലാക്കണം? പുതിയൊരു വിശ്വാസികൾ കടന്നു വരുമ്പോൾ അവരെങ്ങനെയാണ് പൗലോസ് ആയിരുന്ന ജീവിത രീതികൾ, അല്ലേ? പൗലോസ് പ്രത്യേകിച്ച് പറയുകയാണ്, എൻ്റെ അനുകാരികളാകുമെന്നാണ് പറയുന്നത്, അല്ലേ? ഞാൻ എന്നെ ചൂണ്ടിക്കൊടുത്താണ് ഞാൻ പറയുന്നത്. ഞാൻ മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, അല്ലേ പൗലോസ്? ഇവിടെ അപ്പനെന്ന നിലയിൽ പൗലോസ് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. തെസ്സലോനിക്കർ സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനം, അല്ലേ? അപ്പോൾ ഇവിടെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ, അല്ലേ? അപ്പോൾ ഈ സഭയിലുള്ളവർക്ക് വേണ്ടി പൗലോസ് വളരെയധികം അധ്വാനിച്ചു. നമുക്ക് അധ്വാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എങ്ങനല്ലേ? സുവിശേഷത്തിൻ്റെ അധ്വാനമായിരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അധ്വാനിക്കുമെന്ന് പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഏതൊക്കെ രീതിയിലാണ് തനിക്ക് അറിയാമെന്നുള്ള തൊഴില്? കൂടാരപ്പണിയാണ്, അല്ലേ? കൂടാരപ്പണി അറിയാം. അതുപോലെ തന്നെ നല്ല ഒരു അധ്യാപകനും കൂടിയാണ് ആര്? പൗലോസ്. തൊർന്നോസിൻ്റെ പാഠശാലയിൽ, അല്ലേ, അവിടെ ഉള്ളതായ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ആര്? പൗലോസ്. അങ്ങനെ ഉള്ള നിലയിൽ നാം നോക്കുമ്പോൾ അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്ത് കാണുന്നുണ്ടാക്കണം, അല്ലേ? അപ്പോൾ അവിടെ വന്നിരിക്കുന്നതായ മക്കൾക്ക് വേണ്ടി, അല്ലേ, ഒരു പക്ഷേ ഒന്നുമില്ലായ്മയിൽ നിന്ന് വരുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടി താൻ അധ്വാനിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു, അല്ലേ? അപ്പോൾ ഒരു പിതാവെന്ന നിലയിൽ അവർക്ക് വേണ്ടിയും അധ്വാനിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 31-ാം അധ്യായം 20-ാം അധ്യായം അതിന് 31-ാം വാക്യം. 20-ാം അധ്യായം അതിന് 31-ാമത്തെ വാക്യം ഇവിടെ എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തികൾ അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തും കൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാൻ സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. മതി. അതിന്റെ 34-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാം. എന്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. മതി. ഇവിടെ നമുക്ക് കാണുവാൻ എന്താണ് കഴിയുന്നത്? എന്റെ ഈ കൈകളാൽ ഞാൻ അധ്വാനിച്ചു, അല്ലേ? അപ്പോൾ ഒന്നാമതായി പൗലോസിന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും പല സഭകളും സഹായിച്ചില്ല എന്നല്ല, അല്ലേ? പല സഭകളും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും പൗലോസ് അതിനുപരിയായിട്ട് താൻ സ്വന്തമായി അധ്വാനിച്ചു കൊണ്ടാണ് തൻ്റെ സഭയെ പരിപാലിച്ചത്, അല്ലേ? തെസ്സലോനിക്കയിൽ വന്നതായ വിശ്വാസികളെ തൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അധ്വാനിച്ചാണ് അവിടെ സുവിശേഷം അറിയിച്ചതായി കാണുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ അനുകാരികളാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് മാതൃകയായിരുന്നത് അതുപോലെ നിങ്ങളും മാതൃകയാകണം, അല്ലേ? 3 സംവത്സരം ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നു. നമുക്കും ഇന്ന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ, അല്ലേ, വിശുദ്ധ ശബത്തിലും അല്ലാത്ത ദിവസങ്ങളിലും ദൈവദാസന്മാർ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് ദൈവവചനങ്ങളാൽ പല പല വചനങ്ങളായി നമുക്ക് പറഞ്ഞു തരികയാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ വരുന്നതായ സഹവിശ്വാസികളെയും നമ്മളും എങ്ങനെ കാണണം? അവരെയും നമ്മളല്ലേ ചേർത്ത് പിടിച്ചുകൊണ്ട്, അല്ലേ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു സഹോദരൻ എന്ന നിലയിൽ, അല്ലേ, ഒരു അമ്മ എന്ന നിലയിൽ പൗലോസ് ഏതെല്ലാം രീതിയിൽ കണ്ടോ അതുപോലെയെല്ലാം നമ്മളും അവരോട് കൂടി ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ 12-ാം അധ്യായം
അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഈ 3 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? ഈ 3 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. അല്ലേ? അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾ അടുക്കൽ വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളെ നിന്ന് എടുക്കാനല്ല. അല്ലേ? അപ്പൻ മക്കളെ നിന്ന് വാങ്ങുന്നതായ കാര്യമുണ്ടോ? മക്കളെ നിന്ന് വാങ്ങാറ് പതിവില്ല. അല്ലേ? അപ്പൻ അധ്വാനിച്ചിട്ടാണ് മക്കൾ കൊടുക്കുന്നത്. അല്ലേ? അപ്പോൾ ഇവിടെ മക്കളെ നിന്ന് വാങ്ങുവാനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. അല്ലേ? ഒരു അപ്പനെന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് തരുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലേ? ഇവിടെ അങ്ങനെ ഒരു സ്വഭാവ രീതി ആർക്കുണ്ട്? പൗലോസിനുണ്ട്. പൗലോസ് അധ്വാനിച്ചാണ് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ദൈവത്തിൽ അധ്വാനിക്കുന്നവരായിരിക്കണം. അല്ലേ? പല രീതിയിലും നമുക്ക് അധ്വാനിക്കാം. നമുക്ക് സുവിശേഷം സംസാരിച്ചു കൊണ്ട് അധ്വാനിക്കാം. അല്ലേ? അല്ലാതെ നമ്മുടെ അധ്വാന ഫലത്തിൽ നിന്നും സുവിശേഷ വേല താങ്ങിക്കൊണ്ട് നമുക്ക് കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് ദൈവവേലയെ സപ്പോർട്ട് ചെയ്യാം, ആ രീതിയിലെല്ലാം നമുക്ക് ദൈവവേല ചെയ്യാമെന്ന് പറയുന്നത്. ഇവിടെ പൗലോസ് പറഞ്ഞത് എന്താണ്? പൗലോസ് എന്താണ് പറഞ്ഞത്? നിങ്ങൾക്കുള്ളതിനല്ല, ഞാൻ നിങ്ങളെ തന്നെയാണ് അന്വേഷിക്കുന്നത്. അല്ലേ? അപ്പോൾ നിങ്ങളിൽ നിന്ന് വാങ്ങുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളെയാണ് അന്വേഷിക്കുന്നത്. അല്ലേ? നിങ്ങളെയാണ് എനിക്ക് ആവശ്യം. ഒരു ആത്മാവിനെ കൂടി നേടിയാൽ ഏറ്റവും അനുഗ്രഹം എന്നാണ് പറയുന്നത്. അല്ലേ? പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് മുമ്പായി എവിടെ നിന്നാണ് പറയുന്നത്? പൗലോസ് അവിടെ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് വരുന്ന വരവാണ്. അവിടെ നിന്ന് അടി വാങ്ങിച്ച് റോമാക്കാരുടെ ഇടയിൽ നിന്ന് വരുന്നതായ വരവിലാണ് ഇത് എഴുതുന്നത്. കാരണം അവിടെ അവർക്ക് അടി കിട്ടിയെങ്കിലും അവിടെ ഒരു പാപി മാനസാന്തരപ്പെട്ട ഒരു കുടുംബം മാനസാന്തരപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ വരുന്നത്. അങ്ങനെ വരുന്നതായ ഒരു സന്ദർഭമാണ് നമുക്ക് കാണുവാൻ. അല്ല, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അധ്വാനിക്കുന്നതായി നമുക്ക് കാണുവാൻ. അല്ലേ? ഇവിടെ നമ്മുടെ ജീവിതത്തിൽ പൗലോസിൻ്റെ മാതൃക, നമുക്ക് ഏറ്റവും വലിയ മാതൃക കർത്താവായ യേശുക്രിസ്തു ആണെങ്കിലും ഇവിടെ പൗലോസിൻ്റെ മാതൃകയും നാം പിൻപറ്റേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലേ? അപ്പോൾ ഒന്നാമതായി ഒരു അപ്പനിൽ കാണേണ്ടതായ കാര്യമെന്ന് പറയുന്നത് അവൻ അധ്വാനിക്കുന്നവനായിരിക്കണം. അല്ലേ? അപ്പോൾ പല പാസ്റ്റർമാരും എന്ത് ചെയ്യുന്നുണ്ട്? അവരും അധ്വാനിക്കുന്നവരാണ്. അല്ലേ? ആർക്ക് വേണ്ടിയാണ്? ദൈവവചനം പറഞ്ഞു തരുവാൻ നമുക്ക് വേണ്ടിയാണ്. അല്ലേ? അവർ നല്ല വചനങ്ങളെ അവർ ഇരുന്ന് പഠിച്ച് അത് മനസ്സിലാക്കി അധ്വാനിച്ചിട്ടാണ് തൻ്റെ മക്കളെന്ന നിലയിൽ നമുക്ക് അവർ വിശുദ്ധ ശബദുകളിലും അല്ലാത്ത ദിവസങ്ങളിലും അത് പകർന്നു തരുന്നത്. അല്ലേ? നമ്മളിൽ നിന്നും വല്ലതും ആഗ്രഹിച്ചിട്ടാണോ നമ്മളിൽ നിന്നും വല്ലതും ആഗ്രഹിച്ചിട്ടാണോ? അല്ല. അല്ലേ? അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? അവർ നമ്മളെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലേ? ഒരു വിശ്വാസി നിലനിൽക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അവർ പറഞ്ഞു തന്ന വചനത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ വളർത്തിയ മക്കളെന്ന നിലയിലാണ്. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴെങ്ങനെയാണ്? അനേക പിതാക്കന്മാരും അനേക ഗുരുക്കന്മാരുണ്ട്, പക്ഷേ അപ്പനെന്ന നിലയിൽ നിങ്ങൾക്ക് ഏറെ പേരെ ഇല്ലെന്നാണ് പൗലോസ് പറയുന്നത്. അടുത്ത രണ്ടാമതായി നോക്കുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, രണ്ടാമത് എൻ്റെ നടപ്പിനെ കുറിച്ച് പറയുകയാണ്. അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. അല്ലെ? അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത് പറയുകയാണ്, എൻ്റെ നടപ്പും അല്ലെ വിശ്വസ്തതയും എല്ലാം എങ്ങനെയാണ്? പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്ന്. അല്ലെ? അപ്പോൾ ഒരു അപ്പനെന്ന നിലയിൽ തന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ തൻ്റെ നടപ്പ് കൊണ്ട് അല്ലെ എന്ത് ചെയ്യണം? തൻ്റെ ജനങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് സുവിശേഷം പറഞ്ഞിട്ട് പോയിട്ടുള്ള ഇതിലല്ല പറയുന്നത്. അല്ലേ? ഞാൻ എങ്ങനെയൊക്കെയാണ് നിങ്ങളടുത്ത് നിന്നത്, നിങ്ങളടുത്ത് സംസാരിക്കുകയും വചനം നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. എന്നാൽ ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ
അല്ലേ? വളരെ അളന്നു തൂക്കി വേണം സംസാരിക്കാൻ. ഞാൻ പ്രസംഗിക്കുന്ന വാക്കുകൾ അല്ലേ അളന്നു തൂക്കി വേണം സംസാരിക്കാൻ. കാരണം പുതിയതായി വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായ വ്യക്തികൾ അവർ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതായ അറിവ് അവരുടെ ജീവിതത്തിൽ അല്ലേ അതുകൊണ്ട് വേണം അവരെങ്ങോട്ട് പോകാൻ, അവരുടെ പാതയിൽ അവർ നടക്കുവാൻ തക്കവണ്ണം അല്ലേ. അപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ നടന്നത് എങ്ങനെയുള്ളത്, ഞാൻ 2-3 കാര്യങ്ങളല്ലേ ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്നത് പോലെ നിങ്ങൾക്കും അത് അറിയാമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മുമ്പിലും ഞാൻ അപ്രകാരം നടന്നുവെന്ന് നമുക്ക് കാണുവാൻ തക്കണം. നമുക്ക് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ തക്കണം. എന്താണ്? 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഫിലിപ്പിയർ ഇവിടെ എന്താണ് പറയുന്നത്? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്യാൻ പാടില്ല? പിറുപിറുപ്പും വാദവുമില്ലാതെ അല്ലേ നമ്മൾ ചെയ്യുക എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ നടപ്പ് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവകാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പിറുപിറുപ്പില്ലാതെയും ദൈവവിശ്വസ്തതയും കൂടെ നടക്കണമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പിറുപിറുപ്പുള്ളവരാണ്. എനിക്ക് ഈ കാര്യം എന്നെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഈ കാര്യം എന്നെ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ അല്ലേ, അങ്ങനെ പറഞ്ഞ് നമ്മൾ വഴിമാറിപ്പോകാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുറവ് എന്നുള്ളതിനെ നികത്തിക്കൊണ്ട് ആ കുറവ് നികത്തി പോകുന്നതാണ് ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദൈവവേല എന്ന് പറയുന്നത് പിറുപിറുപ്പില്ലാതെ നാം ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വേല എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. നമ്മൾ അല്പത്തിൽ ആർക്കാണ് വിശ്വസ്തനായിരിക്കേണ്ടത്? നാം ദൈവത്തിൽ വിശ്വസ്തനായിരിക്കുക അല്ലേ. പൗലോസ് ഗൃഹവിചാരകൻ എന്ന നിലയിൽ താൻ വിശ്വസ്തനായിരുന്നത് പോലെയാണ് അല്ലേ. വിശ്വസ്തനായിരുന്നപ്പോൾ ദൈവത്തിന് വിശ്വസ്തനായിരുന്നത് പോലെ തൻ്റെ ജനങ്ങൾക്കും വിശ്വസ്തനായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നടപ്പ് കൊണ്ട് നമ്മൾ ഒരാൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുത്ത് അല്ലേ പുതിയൊരു വിശ്വാസത്തിലേക്ക് നാം കടത്തി അയാളെ വിട്ടെന്ന് വെച്ചോ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നടപ്പ് കൊണ്ട് അയാൾ നമ്മളെ കുറ്റം പറയാൻ പാടുണ്ടോ? പാടില്ല അല്ലേ. ഇദ്ദേഹം നോക്കണം, എനിക്ക് വചനം പറഞ്ഞു തന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ ആ നടപ്പും ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു നേരായ വഴിയും ഇതെല്ലാം അല്ലേ ആരനുകരിക്കണം? പുതിയതായി വിശ്വാസത്തിൽ വന്ന ആളെ അനുകരിക്കണം അല്ലേ. പൗലോസിൻ്റെ ജീവിതത്തിൽ തൻ്റെ നടപ്പും അപ്രകാരം ദൈവസന്നിധിയിൽ നടന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ അനീതിയും കോട്ടവുമുള്ള തലമുറയിൽ നാം ദൈവത്തോട് കൂടെ നടക്കുക, അവൻ്റെ വചനങ്ങൾ പഠിക്കുക അല്ലേ. അപ്രകാരം ജീവിക്കാനാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അടുത്ത് 3-ാമതായി നോക്കുമ്പോൾ നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണമെന്നാണ് അല്ലേ. ഇവിടെ നടപ്പ് നോക്കിയിട്ട് അടുത്ത് സംസാരം എങ്ങനെയായിരിക്കണം, അതിൻ്റെ 11-12 വാക്യം ഒന്ന് വായിക്കാം. തെസ്സലോനിക്കർ തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്നെ പോലെ പ്രബോധിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ എന്താണ് ഒന്നുകൂടെ വായിക്കാം. തന്റെ രാജ്യത്തിന് മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമാവണം അല്ലേ. അപ്പോൾ നിങ്ങളെ വിളിക്കുന്നത് ആരാണ്? ഞാനല്ല നിങ്ങളെ വിളിക്കുന്നത് അല്ലേ. ഞാൻ ദൈവത്തിൻ്റെ ഒരു കാര്യവിചാരകനാണ്, ഒരു ശുശ്രൂഷകനാണ്. പക്ഷെ നിങ്ങളെ വിളിക്കുന്നത് ദൈവമാണ് നിങ്ങളെ വിളിക്കുന്നത് അല്ലേ. നിങ്ങളെ ദൈവം വിളിക്കുന്നത് അതിൻ്റെ താഴോട്ട് വായിക്കാം. യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലെ. ഇവിടെ നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിലും അല്ലെ നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ നടപ്പും അല്ലെ എങ്ങനെയായിരിക്കണം. ദൈവസന്നിധിയിൽ ഏറ്റവും ഉചിതമാവും വണ്ണം നാം നടക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ നടപ്പും അതുപോലെ തന്നെ നമ്മുടെ സംസാരം.
നാം ദൈവാലയത്തിൽ സംസാരിക്കുന്നത്, അല്ലേ, എങ്ങനെയുള്ള സംസാരമായിരിക്കണം? ദൈവത്തിന് പ്രസാദകരമായ സംസാരമായിരിക്കണം, അല്ലേ? നമ്മുടെ ദൈവവചനം പറയുന്നത് നമ്മുടെ വായിൽ നിന്നും പൊട്ടച്ചൊല്ലും കളിവാക്കും, അല്ലേ, ഒന്നും എന്ത് വരാൻ പാടില്ല? വരാൻ പാടില്ല എന്ന് പറയുന്നു. ഇന്ന് പ്രാസംഗികമാർ പ്രസംഗിക്കുമ്പോഴല്ലേ അവർ നർമ്മം ചാലിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്? അവർ ദൈവത്തിൻ്റെ വചനങ്ങളെ കോട്ടി സംസാരിക്കാറുണ്ട്, അല്ലേ? അവർ പല പല കോമഡികളും പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞല്ലേ, എന്തിനാണ് അവരങ്ങനെ പറയുന്നത്? ജനങ്ങളെ പിടിച്ചിരുത്തണം, അല്ലേ? ജനങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല. അപ്പോൾ ജനങ്ങളുടെ രീതിയിൽ നാം പോയാൽ മാത്രമേ ജനങ്ങളെ പിടിച്ചിരുത്തുവാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ സംസാരം കൊണ്ട് ഇന്ന് പലതും നടക്കുന്നുണ്ട്. ഇവിടെ പൗലോസിൻ്റെ ജീവിതത്തിൽ ആദ്യം നമ്മുടെ അധ്വാനം അതിന് നോക്കിയപ്പോൾ അവിടെ നാം പൗലോസിൻ്റെ ജീവിതത്തിൽ എന്താണ് കണ്ടത്? നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാരുണ്ടല്ലേ, നിങ്ങൾക്ക് അനേകം ഗുരുക്കന്മാരെന്താണ് അവരുടെ കാര്യം? അവർ അധ്യാപകരല്ലേ? അവരെന്ത് ചെയ്യും? പല പഠിപ്പിക്കലും പഠിപ്പിക്കും. അപ്പോൾ പല പഠിപ്പിക്കലും വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നോക്കേണ്ടത് എന്താണ്? വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായാണോ അവർ വിശുദ്ധമായി സംസാരിക്കുന്നതെന്ന് നോക്കുക, അല്ലേ? സംസാരം. ഇന്ന് ലോകത്തിൽ അനേക വ്യക്തികൾ തെറ്റായി പഠിപ്പിച്ചുകൊണ്ട് ദൈവവചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നതായി കാണുന്നു, അല്ലേ? നാം കഴിഞ്ഞതിൻ്റെ അങ്ങേയാഴ്ച ചിന്തപോലെ അമ്മ തൻ്റെ മക്കളെ പരിപാലിക്കും പോലെ തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ആ അമ്മ മക്കൾക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുത്തില്ല എങ്കിൽ ആ മക്കൾ എങ്ങനെയുള്ള അവസ്ഥയിൽ വളരും? വളരെ ശോഷിച്ച് വളരും. ആ ഒരു ജീവിത രീതിയിൽ നാം നോക്കുമ്പോൾ തെറ്റായ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ വളർന്നു വരുമ്പോൾ അവരെങ്ങനെയായിരിക്കും? അവരും തെറ്റായ പഠിപ്പിക്കുകയുള്ളൂ, അല്ലേ? അപ്പോൾ ഇന്ന് തെറ്റായ രീതികൾ പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മാറിപ്പോയി എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ഇന്ന് ലോകത്തിൽ എന്തെന്നാണ് വിളയാടുന്നത്? സത്യത്തിന് പകരം അനീതി വിളയാടിക്കൊണ്ട് നടക്കുകയാണ്, അല്ലേ? മുൻപൊരിക്കൽ ഒരു പ്രസംഗത്തിൽ നമ്മുടെ ജോയ്മൻ പാസ്റ്റർ പറയുകയാണ്, സത്യവും അസത്യവും, അല്ലേ, ഒരിക്കൽ എന്ത് ചെയ്തു? എല്ലാവരെയും വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒരിടത്ത് വരാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ വരും മുമ്പേ സത്യം ഷർട്ടിട്ടപ്പോഴേക്കും അസത്യം എന്ത് ചെയ്തു? ഇവരുടെ ഇടയിലെത്തി ഞാനാണ് സത്യമെന്ന് ആര് പറഞ്ഞു? അസത്യം പറഞ്ഞു. അസത്യം വന്ന് സത്യം ഞാനാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും പറഞ്ഞു പരത്തി എല്ലാം ചെയ്തു. എന്നാൽ സത്യം അല്പം ലേറ്റായി വന്നപ്പോൾ, വെള്ള വസ്ത്രമൊക്കെ ഇട്ട് വന്നപ്പോൾ സത്യത്തെ ആരും എന്ത് ചെയ്തില്ല? ആരും സ്വീകരിച്ചില്ല, അല്ലേ? സത്യം വരുന്ന മുമ്പേ കള്ളം എവിടെ വന്നു? ഇവിടെ ലോകത്തിൽ വന്ന് എല്ലാവരെയും പറ്റിച്ചു, അല്ലേ? ദൈവത്തിൻ്റെ വിശുദ്ധ ശബദ് അത് യഹൂദൻ വന്നത് മുഖാന്തരമല്ല വന്നത്. ഉൽപ്പത്തി മുതൽ നാം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബദ്, യഹോവയായ ദൈവം വിശുദ്ധീകരിച്ചതായ ശബദ്, അല്ലേ? ആ വിശുദ്ധി മുതൽ ഇന്ന് ലോകത്തിൽ അത് അനുസരിക്കുന്നവരുണ്ട് എന്നാണ് നമുക്ക് കാണുണ്ടാക്കാൻ കഴിയുന്നത്. എന്നാൽ അത് വരും മുമ്പേ എന്ത് വന്നു? ഞായറാഴ്ച ആചരണം എന്നല്ലേ മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് എല്ലായിടവും പരത്തി വെച്ചിട്ട് പോയിക്കാണ്. അപ്പോൾ സത്യം ഞാനാണ് സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്നാൽ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട്, അല്ലേ? നമുക്ക് 2 യോഹന്നാൻ എഴുതിയ ലേഖനം 2 യോഹന്നാൻ അതിൻ്റെ 1-ാമത്തെ വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ യോഹന്നാൻ പറയുന്നത് അവിടെ എന്താണ്? 2 യോഹന്നാൻ ഒന്നാമത്തെ വാക്യം, അതിൻ്റെ 5-ാമത്തെ വാക്യം എന്നാണ്. ഇനി നായികയാരെ ഇനി നായികയാരെ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയ കൽപ്പനയായിട്ടല്ല. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമുക്ക് പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ട് അത്യന്തം സന്തോഷിച്ചു. ഇവിടെ യോഹന്നാൻ എന്താണ് പറയുന്നത്? നമുക്ക് നമ്മുടെ പിതാവിങ്കിൽ നിന്നും കൽപ്പന ലഭിച്ചതുപോലെ അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ കണ്ടു അത്യന്തം സന്തോഷിക്കുന്നു, അല്ലേ? ഇവിടെ എന്താണ് ഒരു സന്തോഷം? നിന്റെ മക്കളിൽ ചിലർ
സത്യത്തിൽ നടക്കുന്നു എന്ന്, അല്ലേ? ദൈവമക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ, നമുക്ക് സുവിശേഷം പറഞ്ഞു തന്ന് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതായ വ്യക്തികൾ, അവർ നോക്കുമ്പോൾ നമ്മൾ സ്വീകരിച്ചതായ ആ വിശുദ്ധ ശബദിൻ്റെ ആ ഒരു അംഗമായി തീർന്നുകൊണ്ട് വിശുദ്ധ ശബദുകൾ പ്രമാണിച്ച് നടക്കുന്നത് നമുക്ക് സുവിശേഷം പറഞ്ഞു തന്നതായ വ്യക്തികൾ കാണുമ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും, അല്ലേ? അവർക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും. കാരണം ഇവിടെ യോഹന്നാൻ പറയുകയാണ്, എൻ്റെ മക്കളിൽ ചിലർ ദൈവം തന്ന കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നാം സുവിശേഷത്തിൽ തെസ്സലോനിക്ക ലേഖനത്തിലുള്ള വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അവർ നടന്നു വരുന്നതായ വഴികളിൽ പല തെറ്റുകളിലും വീണു പോകാതെ വണ്ണം നിങ്ങളെ ഏതെല്ലാം രീതിയിലാണ് നിങ്ങളെ ഞാൻ സംരക്ഷിച്ചത്, അല്ലേ? നിങ്ങളെ ഞാൻ ആർദ്രതയോടുകൂടിയും അപ്പനെന്ന നിലയിലും ഗൃഹവിചാരകൻ എന്ന നിലയിലും എല്ലാം ഞാൻ പരിപാലിച്ചു. എന്നാൽ എൻ്റെ നടപ്പ് കണ്ട് നിങ്ങൾ അത് അനുകരിക്കണമെന്ന് പൗലോസ് പറയുകയാണ്. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ കണ്ടതുപോലെ യോഹന്നാൻ്റെ ജീവിതത്തിൽ യോഹന്നാൻ കാണുമ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കണം. എങ്ങനെയാണ്? നമ്മളിൽ ചിലർ, അല്ലേ? ഇന്ന് ഇവിടെ നോക്കുമ്പോൾ കാരക്കോണ സർക്കിളിൽ 22 സഭകളുണ്ടല്ലേ? ഇതിലുപരിയായിട്ട് അനേക സഭകളുണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് പറയാൻ നോക്കാൻ കഴിയും, നമ്മളിൽ ചിലരല്ലേ വിശുദ്ധ ശബദുകൾ പ്രമാണിച്ചുകൊണ്ട് അവിടെ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നുവെന്ന്. ചുരുക്കം ചിലരായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ ശബദുകൾ അത് പ്രമാണിച്ച് നാം നിന്നു കഴിഞ്ഞാൽ നമ്മളെ ദൈവം എന്ത് ചെയ്യും? അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിലും വിചാരകനാക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അപ്രകാരം നടക്കാം. പുതിയ വിശ്വാസികളായി കടന്നു വരുന്നവരെ നമ്മളും ആ നിലയിൽ നാം അവരെ കെയർ ചെയ്യുന്നുവെങ്കിൽ അവരും എന്ത് ചെയ്യും? ആ വിശ്വാസത്തിൽ അവർ അടിയുറച്ച് നിൽക്കും. അപ്പോൾ നമുക്ക് പറയാം, അല്ലേ, അവർ ഞാൻ പറഞ്ഞു കൊടുത്തതായ വ്യക്തികളാണ്, ഞാനാണ് അവരുടെ വിശുദ്ധ ശബദിനെക്കുറിച്ചുള്ള സത്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയ വ്യക്തികളാണ്. അവരിന്നും ആ പാത പിന്തുടർന്ന് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സന്തോഷിക്കാം, അല്ലേ? യോഹന്നാൻ സന്തോഷിച്ചതുപോലെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.